ഏകദേശം 400 വർഷത്തിലധികം പഴക്കമുള്ള ഈ പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണമാണ് സ്വർണ്ണലിപികളിൽ ഖുർആൻ കൊത്തിവെച്ചിരിക്കുന്ന ഈ മിഹ്റാബ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബീജാപൂരിലെ ജാമിയ മസ്ജിദിലാണ്. ഏകദേശം 120 കിലോഗ്രാം സ്വർണം ഈ മിഹ്റാബിലെ അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിന് മേൽ ബീജാപ്പൂർ സുൽത്താൻമാർ നേടിയ വിജയത്തിന് ശേഷം ആ വിജയ സ്മാരകമായിട്ടാണ് 1576 അലി ആദിൽ ഷാ ഒന്നാമൻ ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങുന്നത്. ഇതിലെ സ്വർണ്ണ മിഹ്റാബ് പള്ളി പണിത് ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് ആദിൽ ഷാ കൂട്ടിച്ചേർത്തതാണ്. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയരമുള്ള 2 മിനാരങ്ങൾ പണിയാൻ സുൽത്താന പദ്ധതിയുണ്ടായിരുന്നു. എന്നാൽ പണി പൂർത്തിയാകുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. അതോടെ നിർമ്മാണം നിലച്ചു. 1686 മുഗൾ ചക്രവർത്തി ഔറംഗസീബ് ബീജാപ്പൂർ കീഴടക്കിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിലൊന്ന് ജാമിയ മസ്ജിദ് സന്ദർശിക്കുകയായിരുന്നു. പള്ളിയുടെ നിർമ്മാണ വൈഭവത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. അദ്ദേഹം പള്ളിയുടെ കിഴക്ക് വശത്തെ കവാടവും ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും നിർമ്മിച്ച് പള്ളി വിപുലീകരിച്ചു.